മത്സരത്തിന് വേണ്ടി പറക്കുമ്പോൾ മാഷൽ മാത്രം വായം മുളച്ച് നോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാവരും അവനെ കളിയാക്കുകയാണ് അത് പറക്കാത്തെന്ന് പറഞ്ഞിട്ട്. മാഷലിന്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുകയാണ് എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നതെന്ന്. പക്ഷേ അവൻ്റെ അടുത്ത് മറ്റേ ഈ മത്സരം ഹോസ്റ്റ് ചെയ്ത ആൾ വന്നിട്ട് പറയണം മാഷൽ നീ എന്തെങ്കിലും ഏത് നിമിഷവും ബാംബു ട്രീസ് പോലെ ആയിരിക്കണം, അവരെപ്പോഴും ഉയർന്നു നിൽക്കുന്നു, അതുപോലെ നീ ഉയർന്നു നിന്ന് ചെയ്യാൻ പറയുകയാണ് അവൻ്റെ അടുത്ത് നിന്നിട്ട് മത്സരം ഹോസ്റ്റ് ചെയ്ത. പക്ഷേ അപ്പുറത്തെ ടീമിലാണെങ്കിലോ അവർക്ക് ഗോൾ ലീഡാണ്, അവർക്ക് ഇഷ്ടം ഷോൾഡർ ഒടിയാണ്. വീണോന് പറയാണ് ഇത് ചീറ്റിംഗ് ആണ്. അപ്പോൾ എതിർവശത്ത് അവൻ പറയാണ് ഒരിക്കലും അല്ല, ഇതാണ് കളി എന്ന് പറഞ്ഞിട്ട് അവ അടുത്ത ഗോളും അടിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവൻ മാഷലിനോട് പറയുകയാണ്. മാഷലാണെങ്കിൽ ആ ബ്രോണും എടുത്തിട്ട് അവൻ്റെ സകല ശക്തി എടുത്ത് ചാടുകയാണ്. അവൻ എയറിൽ അവൻ്റെ കാലിൻ്റെ സപ്പോർട്ടോടെ നിൽക്കുകയാണ്. ആ എയർ ബോൾ എൻ്റെ അടുത്ത് പാസ് ചെയ്താൽ പറഞ്ഞ ബോൾ മാഷിൽ വാങ്ങിക്കുകയാണ്. അപ്പോൾ എതിർവശത്ത് അവൻ വന്നിട്ട് പറയാം 60 ഗോൾ ലീഡിങ്ങിൽ നമ്മളുണ്ട്, ഇനി അവൻ എന്തോ ഉണ്ടാക്കാനെന്ന് പറയുകയാണ് എതിർ ടീമിലെത്ത. അവൻ എറിയുന്ന ബോൾ കൃത്യം അവൻ്റെ കയ്യിൽ തന്നെ ബൂമറാങ് പോലെ വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ അവൻ ഗോളിന് 999 അവനൊരു സിൽവർ കോയിൻ കൊടുക്കുകയാണ്. അവൻ പറയുകയാണ് എന്താ കോയിന്, എല്ലാ കോയിനും റൗണ്ട് അല്ലേ, ഇതെന്താ ഒരു പാതി പൊളിഞ്ഞ പോലത്തെ കോയിനും ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ആ മത്സരം ഹോസ്റ്റ് ചെയ്തവൻ അവിടെ എത്തുകയാണ്, വരികയാണ്. അവൻ ദേശത്തോടെ വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്തത്. നീ ഉള്ളതുകൊണ്ടാണ് ആ മത്സരം ജയിച്ചത്, ടാങ്ക് ഇടാൻ പറയുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന ഒരാളെയാണ്. അവൻ സ്കൂളിൽ ഇരുന്ന് പത്രം വായിക്കുകയാണ്. ആ പത്രത്തിൽ കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിക്കൊണ്ട് മാഷൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് ജയിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ വന്ന് മോട്ടിവേറ്റഡ് ചെയ്തുകൊണ്ടാണ് ജയിച്ചതെന്ന് ആ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വായിച്ച് അവൻ്റെ മോത്തിനെ കരിച്ച് കളയാണ് ഒരു ലേസർ ബീം ഉപയോഗിച്ച്. ഓ എവനാണല്ലേ അത് എൻട്രൻസ് എക്സാം വെച്ച് കണ്ടത്, അടുത്ത ടാർജറ്റ് എവനാണെന്ന് അവൻ പറയാം. വാ മാഷിലെ നമുക്ക് ട്രെയിനിങ് ചെയ്യാം. അപ്പോൾ ലെമൺ ആണെങ്കിൽ വാ മാഷിൽ നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞ അവർ രണ്ടു പേരാണ് ലാൻസി ക്രൗൺ. ഇതൊരു ഏൻഷ്യൻ ബോട്ടിലാണ്, ഇതിലൊരു മാജിക് ഉണ്ട്. അവൻ ആ ബോട്ടിൽ തുറന്നതും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം അതിലോട്ട് പെടുകയാണ്. എന്നിട്ട് അവൻ പറയാണ് നിനക്ക് ഇവരെ തിരിച്ചിറക്കണമെങ്കിൽ സ്കൂളിൻ്റെ വെളിയുള്ള ഫോറസ്റ്റ് വെച്ച് കാണാമെന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും സ്കൂളിൻ്റെ വെളിയുള്ള ഫോറസ്റ്റ് വെച്ച് കാണുകയാണ്. അപ്പോൾ അവൻ പറയാണ് ഇത് നമുക്കൊരു ബെറ്റാക്കി വെക്കാം, ഇതിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ നീ നിൻ്റെ ആ ഗോൾഡ് ആ സിൽവർ കോയിൻ നീ എനിക്ക് തരണമെന്ന് പറയാണ്. അപ്പോൾ അവൻ പറയാണ് ഒരു ന്യൂസ് സ്റ്റുഡൻ്റ് അല്ലേ, പിന്നെ ഇവൻ്റെ ഞാൻ 2 സിൽവർ കോയിൻ, അതും പോലെ ഇവൻ്റെ മുഖത്ത് 2 മാർക്കുണ്ടല്ലോ. സിംഗിൾ മാർക്കുള്ള സ്റ്റുഡൻസ് ഈ സ്കൂളിൽ സർവ്വസാധാരണ, പക്ഷേ 2 മാർക്കുള്ള സ്റ്റുഡൻസ് അത് വളരെ റെയർ ആണ്, അവർ ഭയങ്കര പവർഫുൾ ആണെന്ന് പറയണം. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് എൻ്റെ കാര്യത്തിലോട്ട് വരാം. നിനക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, പക്ഷേ നീ എൻ്റെ ലക്ഷ്യത്തിനെതിരാണ്. എനിക്ക് വേണം ആ ഒരു ലക്ഷ്യം കൈപ്പറ്റാൻ. നീ ഇവിടെ നിന്ന് ഇറങ്ങണം, നീ ഇവിടെ നിന്ന് നിർത്തി പോകണമെന്ന് പറയണം. ഈ ഒരു ഫൈറ്റിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ നിൻ്റെ സിൽവർ കോയിൻ നീ എനിക്ക് തരണം, അതുപോലെ തന്നെ ഈ ഒരു അക്കാഡമിയിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുകയാണ്. ഫൈറ്റിന് മുമ്പ് നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം എന്നും പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം ഫൈറ്റിന് വേണ്ടിയുള്ള. ആ ഒരു ഇമ്പാക്റ്റ് മാജിക് മിസ് ചെയ്ത് മാർട്ടിനെന്ന് പറഞ്ഞിട്ട് ആ ഫൈറ്റിൻ്റെ ഇടയിൽ വെച്ച് അവൻ്റെ കയ്യിൽ ഒരു ചെയിൻ താഴെ വീഴുകയാണ്. ആ ചെയിൻ മാച്ചിലെടുത്ത് നോക്കുമ്പോൾ അതിലൊരു പെണ്ണിൻ്റെ ഫോട്ടോ ഉള്ളതാണ്. ഇതെന്തോടാ നിൻ്റെ കയ്യിൽ പെണ്ണുങ്ങളെ ഫോട്ടോ ആണെന്ന് ചോദിക്കുകയാണ്. അപ്പം നാൻസ് മാഷിനോട് ചോദിക്കുകയാണ് ഈ ലോകത്ത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മാഷിൽ അതിന് റിപ്ലൈ വന്ന് കൊടുക്കുന്നത് ക്രീം പഫ് എന്നാണ്. മാഷിൽ പലതും പറയാണ്, ലവ് ലൈഫ് അതൊക്കെ അല്ലെന്ന് പറയുമ്പം അതിനൊക്കെ നാൻസ് പറയാണ് അല്ല എൻ്റെ സിസ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാണ്. അപ്പോൾ മാഷിൽ പറയാണ് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം അല്ലെ രക്ഷിക്കണമെന്ന് പറയാണ് മാഷിലിനോട്. എൻ്റെ നാൻസി അവൻ്റെ മനസ്സിൽ പറയാണ് ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്താലേ പറ്റുള്ളൂ, കാരണം എൻ്റെ ലക്ഷ്യം എനിക്ക് നിറവേറണമെന്ന് പറയുകയാണ് എന്നും പറഞ്ഞൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതിൽ നാൻസി അവൻ്റെ മുഖം മൊത്തം മുറിച്ചോണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അനിയത്തി പറയാണ് ഇവിടെ ഏരി ഞാൻ അതിനെ മൊത്തം ഹീൽ ചെയ്ത് തരാമെന്ന് പറയാണ്. ഒരു പാവപ്പെട്ടവനെ രക്ഷിക്കാൻ വേണ്ടി നീ പോയിട്ടില്ല, എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത്, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അവന്മാർ നിന്നിട്ട് അടിച്ചതല്ല എനിക്കറിയാം, പിന്നെ നീ ഒരു ക്ലംസി ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയണം അവൻ്റെ അനിയത്തി. എന്തായാലും കുഴപ്പമില്ല, നീ ഇവിടെ വന്നിരിക്കും, ഞാൻ ഹീൽ ചെയ്ത് തരാമെന്ന് പറയണം അവൻ്റെ അനിയത്തി. അടുത്ത ഷോട്ടിൽ നാൻസിന് അനിയത്തി വയ്യാതെ കിടക്കുകയാണ്. ഇത് പറഞ്ഞാൽ നാൻസി ഓടിപ്പടച്ച് വരികയാണ് ആ അനിയത്തിയുള്ള റൂമിലോട്ട്. അവക്കുള്ള പനി അവളുടെ മാജിക് മാർക്കിൽ തന്നെ ബാധിക്കുകയാണ്. അത് കണ്ടതോടെ അവൻ്റെ അച്ഛനും അമ്മയും പറയുകയാണ് ഇവിടെ പെട്ടെന്ന് ബ്യൂറോ ഓഫ് മാജിക്കിലോട്ട് എത്തിക്കണമെന്ന്. ഇത് കേട്ട നാൻസ് അതിൽ എതിർക്കുകയാണ്. അപ്പോൾ അവൻ്റെ അച്ഛനമ്മയും പറയുകയാണ് നിൻ്റെ അച്ഛനല്ലേ ഞാൻ, ഒന്ന് ക്ഷമിക്കുക നാൻസ് എന്ന് പറയാം. പറ്റില്ല, നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും അല്ല, ഞാൻ തന്നെ ഇവളെ ശരിയാക്കും, ഞാൻ തന്നെ ഒരു ഡിവൈൻ മിഷണറിയായി ഞാൻ തന്നെ ശരിയാക്കും എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് ഒരു വാഗ്ദാനം എടുക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ പ്രസന്റിലോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നാൻസ് ഡിവൈൻ മിഷണറിന് ഫൈറ്റ് ചെയ്തു. ഇതാ എൻ്റെ 2 സിൽവർ കോയിൻസ് പറഞ്ഞ നാൻസി പറയുകയാണ്. അപ്പോൾ മാഷിൽ പറയാണ് എനിക്ക് വേണ്ട, കാര്യം എനിക്ക് നേരെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് അറിയില്ല, കാര്യം ഒരു ക്ലംസ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് പറയുകയാണ്. അപ്പോൾ നാൻസി അവൻ്റെ അനിയത്തി പറഞ്ഞ കാര്യം ഫ്രണ്ട്സ് അവൻ്റെ പ്രപ്പോസ് കൊണ്ട് ചെയ്യണം, പക്ഷെ അവൻ്റെ മനസ്സ് ഇവിടെ അല്ലായിരുന്നു, മനസ്സ് മൊത്തം നാൻസിൻ്റെ മുകളിലാണ്. നാൻസ് നടന്നു പോകുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാച്ച്. അവിടെ വെച്ച് എപ്പിസോഡ് എൻഡ് ആവുകയാണ്. ഡബിൾ ലൈൻഡ് ആയിട്ടുള്ള വിസാർഡ്സ് ആണ് ഈ ഒരു വിസാർഡ് വേൾഡ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത്. അവരെ മാത്രം